ഗൈസ് ജെഫോടെക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ തുടങ്ങി അത് സക്സസ് ആയത് ഏകദേശം ഒരു കൊറോണ സമയത്തൊക്കെയാണ്. നമ്മുടെ കേരളത്തിൽ 2019, 2018 ഈ ഒരു കാലയളവിലാണ് യൂട്യൂബ് ചാനലൊക്കെ കേരളത്തിൽ കൂടുതലായിട്ട് വന്നു തുടങ്ങിയതും എന്താ പറയുക അത് നമുക്കൊരു വരുമാനം ഉണ്ടാക്കാനാവുമെന്ന് നമ്മൾ മനസ്സിലാക്കിയതൊക്കെ ആ ഒരു സമയത്താണ്. പക്ഷേ ഇപ്പം നമ്മൾ 2025 പോകുന്നത്. 2024 കഴിഞ്ഞു, 2025 പോകുന്നത്. ഓക്കെ, ഈ ഒരു കാലയളവിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്, യാതൊരു വേർതിരിവും ഇല്ലാതെ ഏത് സാധാരണക്കാരനും എന്താ പറയുക പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് യൂട്യൂബ് എന്നുള്ളത് നമ്മളിപ്പോഴാണ്, അതായത് ഈ 2024 സമയത്തൊക്കെയാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു സാധാരണക്കാരനും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതും പൈസ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പണ്ടൊക്കെയാണെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കറക്റ്റായിട്ടൊരു അറിവ് എല്ലാവർക്കും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഒന്നുമില്ലാത്തൊരു അവസ്ഥയുള്ള ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഒരു വീട് വെച്ചുകൂടെ. കുറേ പേരുടെ ആഗ്രഹമാണ്, എൻ്റെ ആൾക്ക് ആഗ്രഹമാണ് എനിക്കൊരു വീട് വെക്കുക എന്നുള്ളത്. എല്ലാവരുടെ ആഗ്രഹമാണ്. ഓക്കെ, വീട് വെക്കുക, എന്തെങ്കിലും ഒന്ന് ബാക്കി വെക്കുക, അതിനൊക്കെ വേണ്ടിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 വരുമ്പം നമുക്ക് ഏറ്റവും കൂടുതൽ സക്സസ് ആകാൻ സാധ്യതയുള്ള വീഡിയോസ് ചാനൽ, അതായത് കാറ്റഗറി ഏതാണ്, നമ്മൾ 2025 നമുക്ക് സക്സസ് ആകാൻ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എല്ലാവരും വേറെ ഏതൊക്കെ രീതി പറഞ്ഞു പറഞ്ഞാലും ശരിക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്, അതായത് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ കൊണ്ട് നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന 3 കാറ്റഗറിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ കാറ്റഗറി എടുത്തെടുത്ത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പം മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം. ഓക്കെ, ആദ്യത്തെ കാറ്റഗറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2025 ഏറ്റവും കൂടുതൽ സക്സസ് ആകാൻ സാധ്യതയുള്ള 3 കാറ്റഗറിയിൽ ആദ്യത്തെ കാറ്റഗറി എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയാണ്. അതായത് നിങ്ങൾക്കറിയാം, ഷോർട്ട് വീഡിയോ, നമ്മുടെ ഷോർട്ട് വീഡിയോ കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിലാണ് എല്ലാവരും ചെയ്യുന്നത്. അതായത് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, കാറ്റഗറി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ പല ടൈപ്പ് കാറ്റഗറി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഏത് കാറ്റഗറി ആയാലും നമ്മൾ ഷോർട്ട് വീഡിയോയ്ക്ക് കാറ്റഗറി കൊടുക്കുന്നത് എൻ്റർടൈൻമെൻറ്റാണ്. എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറി ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് റീച്ച് വരുന്നത്. നമ്മളെല്ലാവരും കൂടുതൽ സമയത്ത് ഈ ഷോർട്ട് വീഡിയോ ഒക്കെ സ്ക്രോൾ ചെയ്ത് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണല്ലോ സംഭവം. അപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് വരുന്നൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ഷോർട്ട് വീഡിയോ ഒക്കെ വന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ ഷോർട്ടിൻ്റെ അകത്ത് നമുക്ക് എന്ത് വരുമാനമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഷോർട്ട് വീഡിയോൻ്റെ അകത്ത് 1,00,000 വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു വരുമാനം കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തള്ളിക്കളഞ്ഞൊരു സംഭവമാണ് ഷോർട്ട്. കുറേ പേര് എല്ലാവരും ഷോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ചിലർ റീച്ച് ആകുന്നുണ്ട്, ചിലർ റീച്ച് ആകുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് എൻ്റർടൈൻമെൻറ്റ്. കാരണം നിങ്ങൾക്കറിയാം, അഖിലന്നാടി അല്ലെങ്കിൽ മറ്റേ നമ്മുടെ കോയ, അങ്ങനെ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമോനും കുഞ്ഞുമക്കൾ എന്നുള്ള ചാനൽ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഏറ്റവും എൻ്റെ ഫ്രണ്ടായിട്ടുള്ള അച്ചാനും അച്ചായത്തി, പിന്നെ ഒരുപാട് ചാനൽസ് ഉണ്ട്. അതായത് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിൽ നിന്ന് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാർ. കാരണം പൈസ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഷോർട്ട് വീഡിയോൻ്റെ അകത്തുനിന്നുള്ള ആ ഒരു വരുമാനത്തെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ നിന്നാണ്. നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ വരുമാനത്തേക്കാൾ ഇരട്ടി വരുമാനം കിട്ടുന്നത് പ്രമോഷൻ വഴിയാണ്. ചിലപ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യമാണ്, അതായത് സാധാരണക്കാരായ യൂട്യൂബർക്ക് അറിയാത്ത കാര്യമാണ്. നമ്മളെല്ലാവരും യൂട്യൂബിൻ്റെ വരുമാനം ആഗ്രഹിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. പക്ഷേ യൂട്യൂബിൻ്റെ വരുമാനത്തെക്കാളും കൂടുതൽ ചിലപ്പോൾ 3 ഇരട്ടിയോളം പൈസ ചിലപ്പോൾ നമുക്ക് പ്രമോഷൻ വഴി കിട്ടാം. എനിക്ക് എൻ്റെ മെയിൻ ചാനൽ നല്ലൊരു സമയത്ത് അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു സമയത്ത് എൻ്റെ മെയിൻ ചാനലിനകത്ത് നിന്ന് എനിക്ക്, അതായത് ജിജോസ് വ്ലോഗ് എന്ന ചാനലിനകത്ത് നല്ല രീതിയിൽ പ്രൊമോഷനും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, പ്രൊമോഷനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ റീച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അഖിലന്നാടി ആയാലും അങ്ങനെയുള്ള ഒരുപാട് നല്ല എംഫോട്ടൊക്കെ ആയാലും അങ്ങനെയുള്ള എല്ലാ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ ചിരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ട് അവസാനം അവരത് ഒരു പ്രൊമോഷൻ വീഡിയോ ആക്കി മാറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് രീതിയിൽ അവർ കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളെ ഇരുത്തും, പക്ഷേ അവസാനം അത് വരുമ്പോൾ അത് പ്രൊമോഷൻ വീഡിയോ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ പ്രൊമോഷൻ വീഡിയോ ഓരോ വീഡിയോനകത്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അത് എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയാണ്. ഓക്കെ, ഷോർട്ട് വീഡിയോയ്ക്ക് ഇത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാലും എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. 2025 എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഈ പഴമയൊക്കെ മാറ്റി വെച്ച് പുതുമയിലോട്ട് വരുന്നൊരു സമയമാണ്. ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാറ്റഗറിയാണ് എൻ്റർടൈൻമെൻറ്റ്. ഷോർട്ട് വീഡിയോ വഴി കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ ആൾക്കാർ ഷോർട്ട് വീഡിയോ നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ റീച്ച് ആകാൻ പറ്റും, നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന കാറ്റഗറി നമ്മുടെ കാറ്റഗറി തന്നെയാണ്, വേറൊന്നുമല്ല, എഡ്യൂക്കേഷൻ കാറ്റഗറി.
എഡ്യൂക്കേഷൻ കാറ്റഗറിനകത്ത് പല ടൈപ്പ് വീഡിയോ ചെയ്യാം. ടെക്ക് വീഡിയോ ചെയ്യാം. അതായത് ഞാനിപ്പം ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബുമായി ബന്ധപ്പെട്ട ടെക്ക് വീഡിയോ നമുക്ക് ചെയ്യാം. അത്യാവശ്യം യൂട്യൂബായിട്ടുള്ള കാര്യങ്ങളും വിവരങ്ങളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടെക്ക് വീഡിയോ ചെയ്യാം യൂട്യൂബിൻ്റെ അകത്ത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷനായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്താ പറയുക മറ്റേ സ്കൂളിലെ ഓരോരോ വിഷയങ്ങളും ക്ലാസ് എടുക്കൽ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ടെക്നോളജി പരമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പോൾ എംഫോടെക് നമുക്കറിയാം, ഒരു ടെക് ചാനലാണ് എംഫോടെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനും എഡ്യൂക്കേഷൻ കാറ്റഗറി തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എംഫോടെക് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നൊരു ചാനലാണ് എംഫോടെക് എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ എംഫോടെക് എഡ്യൂക്കേഷൻ കാറ്റഗറി ചെയ്യുന്നൊരു ചാനലായിരിക്കും. കാരണം അവർ ആ ഒരു രീതിയിലുള്ള വീഡിയോസൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ടെക്ക് പരമായിട്ടുള്ള വീഡിയോസ് ആ കാറ്റഗറി ഇതൊക്കെ എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ എഡ്യൂക്കേഷൻ കാറ്റഗറിക്ക് 2 രീതിയിലാണ് വരുമാനം കിട്ടുന്നത്. അതായത് ഞാനടക്കമുള്ള എഡ്യൂക്കേഷൻ കാറ്റഗറി ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ വരുമാനം, നമ്മുടെ യൂട്യൂബ് വരുമാനം എപ്പോഴും എഡ്യൂക്കേഷൻ കാറ്റഗറിക്ക് കൂടുതലായിരിക്കും. കാരണം നമുക്ക് വരുന്ന ആർട്സ്, നമുക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു കാറ്റഗറി ആയിട്ട് വരുന്ന നമ്മുടെ ആർട്സിന് കൂടുതൽ വരുമാനം കിട്ടുന്ന ആർട്സ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരിക. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, അങ്ങനെ ആർട്സ് വരും തോറും സാറ് നിങ്ങൾക്കറിയാം, ഒരു 5000-6000 വ്യൂ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്കൊരു $4, 4000-4500 ഇടയ്ക്കാണ് ഒരു $1 കയറുന്നത്. സാധാരണ ഒരു ഫാമിലി വ്ളോഗ് അല്ലെങ്കിൽ ഒരു പീപ്പിൾ വ്ളോഗ്സ് ഒക്കെ ചെയ്യുന്ന കാറ്റഗറിക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ലെവലിലാണ് അതിൻ്റെ $1 കയറുന്നത്. പക്ഷേ എഡ്യൂക്കേഷൻ കാറ്റഗറി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 2000-2500 വ്യൂ ഒക്കെ വരുമ്പോഴേക്കും ഒരു $1 നമുക്ക് കയറുന്നുണ്ട്. അതാണ് അതിൻ്റെ RPM. അത് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ ഈ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം, ഞാൻ എന്നെ വെച്ച് ഉദാഹരണം പറഞ്ഞുതരാം. അത് മാത്രമല്ല, യൂട്യൂബുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ കാറ്റഗറി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് രീതിയിൽ പൈസ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നമ്മുടെ ഉള്ളത്. കാരണം എല്ലാവരും യൂട്യൂബിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഡൗട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പം ഞാനടക്കമുള്ള എല്ലാ ടെക്കുകാരും, നമുക്കറിയാം യൂട്യൂബ് കോർണർ മലയാളം ഉണ്ട്, ABS ഉണ്ട്, ഞാനുണ്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ടെക്കുകാരുണ്ട് നമ്മുടെ കേരളത്തിൽ. അവർക്കൊക്കെയാണ് തന്നെ എല്ലാവരും നമ്മളെ കോൺടാക്ട് ചെയ്യലുണ്ട്. അപ്പോൾ നമ്മൾ പെയ്ഡ് സർവീസാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പെയ്ഡ് സർവീസാണ് ചെയ്യുന്നത്. പെയ്ഡ് സർവീസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊന്നും പെയ്ഡ്, അതായത് നമ്മളെ കോൾ ചെയ്തിട്ടോ അത്യാവശ്യം സംശയം ചോദിക്കുന്നതിനൊന്നും ഞാൻ പെയ്ഡ് സർവീസ് ഒന്നുമല്ല. പക്ഷേ മെയിൽ ID പാസ്വേഡ് മേടിച്ചിട്ട് നമ്മൾ ചെയ്തിട്ട് കയറി ചെയ്ത് കൊടുക്കുന്ന കാര്യത്തിനൊക്കെ നമ്മൾ പെയ്ഡ് സർവീസാണ്. മെയിൽ ID മേടിച്ച് ചെയ്യുന്ന കാര്യത്തിന് വർക്കിനൊക്കെ നമ്മൾ പെയ്ഡ് സർവീസ്, നമ്മൾ ഇതിനും കൊണ്ടാണല്ലോ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എഡ്യൂക്കേഷൻ കാറ്റഗറിയിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മോണിറ്റൈസേഷൻ വർക്ക്സ്, അപ്പോൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട വർക്കൊക്കെ എടുത്ത് ചെയ്യാനാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എഡ്യൂക്കേഷൻ കാറ്റഗറി പറഞ്ഞ പോലെ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമതായിട്ട് വരുന്ന കാറ്റഗറി നിങ്ങളെല്ലാവരും അറിയുന്നൊരു കാറ്റഗറിയാണ് ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ 2025 വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന മൂന്നാമത്തെ കാറ്റഗറിയാണ് ഹൗ ടു ആൻഡ് സ്റ്റൈൽ എന്നുള്ളത്. ഹൗ ടു ആൻഡ് സ്റ്റൈലിനകത്ത് നിങ്ങൾക്കറിയാം ബ്യൂട്ടി ടിപ്സ് വീഡിയോസ് വരും, നമ്മുടെ കുക്കിംഗ് വീഡിയോ വരും, പിന്നെ എന്താ പറയുക, നമ്മുടെ ഹൗ ടു ആൻഡ് സ്റ്റൈൽ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ എന്താ പറയുക നമുക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസൊക്കെ ചെയ്യുന്നത് അത് ഹൗ ടു ആൻഡ് സ്റ്റൈലിനകത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അത് ബ്യൂട്ടി ടിപ്സ് വീഡിയോ, കുക്കിംഗ് വീഡിയോ, അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. ഒരുപാട് പേര് കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ കൂടുതലും പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് കൊടുക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് എന്താ പറയുക, അത് പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് എന്ന് പറയുന്ന കാറ്റഗറി നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ട് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നൊരു കാറ്റഗറിയാണ് പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഹൗ ടു ആൻഡ് സ്റ്റൈൽ കാറ്റഗറി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ റീച്ച് ഉണ്ടാവും. ഇപ്പോൾ 2025 നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ എല്ലാവരും ഒരു ഭക്ഷണപ്രിയരൊക്കെയാണ് അല്ലേ. കേരളത്തിലുള്ള പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെയാണെങ്കിൽ കാണാനും കേൾക്കാനൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ, പുറമെയുള്ള ആൾക്കാരെക്കാളും. അപ്പോൾ കുക്കിംഗ് വീഡിയോ ആയാലും പിന്നെ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിൽ അല്ല, ഒരു ഏറ്റവും ഉദാഹരണം എൻ്റെ മോൾക്ക് 5 വയസ്സായുള്ളൂ. പക്ഷേ എന്നാലും അവൾ ഒറ്റയ്ക്ക് പോയിരുന്ന കണ്ണാടിന് മുമ്പിൽ ഈ വീഡിയോ കണ്ടിട്ടാലും ഒറ്റയ്ക്ക് പോയി കണ്ണാടിന് മുമ്പിൽ ഒരുങ്ങി വരും. ഞാൻ കാണുന്നുണ്ട്, ഒരുങ്ങാൻ ശ്രമിക്കുന്നൊരു കാലമാണ് ഇന്നത്തെ കാലം. അപ്പോൾ എല്ലാവരും ബ്യൂട്ടി ടിപ്സ് വീഡിയോസിൽ കൂടുതലായിട്ട് എന്താ പറയുക പ്രാധാന്യം കൊടുക്കുന്ന കാലമാണ്. കൂടുതൽ ആൾക്കാർ ബ്യൂട്ടിയായി ബന്ധപ്പെട്ട, അതായത് ഈ മേക്കപ്പും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിള്ളേർ തൊട്ടിട്ട് അവർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. തെറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്താ പറയുക, നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം. എപ്പോഴും പഴയതായിട്ടിങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. ഓരോ സമയത്തും നമ്മൾ കാലത്തിനനുസരിച്ച് ഇങ്ങനെ മാറി വരണം. അപ്പോൾ
ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളൊരു കാറ്റഗറിയാണ് എന്താ പറയുക ഹൗ ടു സ്റ്റൈൽ. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്സിനും നമുക്ക് അത്യാവശ്യം റവന്യൂ കിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ആർട്സുമായിട്ട് വരുന്നത്. ഈ എഡ്യൂക്കേഷൻ കാറ്റഗറിക്കാണെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് പരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറിക്കൊക്കെ ആ ആർട്സിനും നമുക്ക് എന്ത് ചെയ്യും നല്ലോണം വരുമാനം കിട്ടും. പിന്നെ അതൊന്നും കൂടാണ്ട് ഈ ഒരു എഡ്യൂക്കേഷൻ ആയാലും നമ്മുടെ എന്താ പറയുക ഈ ഒരു ഹൗ ടു സ്റ്റൈൽ കാറ്റഗറിക്കായാലും നല്ല രീതിയിലുള്ള പ്രൊമോഷൻ വർക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം ഈ ഒരു ഹൗ ടു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ മേക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രൊമോഷൻ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക പ്രൊഡക്റ്റുകൾ കൊളാബ് ചെയ്യാൻ വേണ്ടി കിട്ടും. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പൈസ വേറെ രീതിയിൽ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം ഇനി അങ്ങോട്ട് നിങ്ങൾ 2025 പോകാൻ. ഈ 3 കാറ്റഗറി ഞാൻ ഇന്ന് ഒരുപാട് കാറ്റഗറി നമ്മൾ ചെയ്യുന്ന വീഡിയോ ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മൾ അങ്ങോട്ട് പൈസ ചിലവാക്കാണ്ട്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അങ്ങോട്ട് പൈസ ചിലവാക്കാണ്ട് നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടുന്ന 3 കാറ്റഗറിയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ബാക്കി ഏത് ട്രാവൽ വ്ളോഗ് നിങ്ങൾ പോകാനാണെങ്കിൽ നമുക്ക് വരുമാനമൊക്കെ ഉണ്ടാക്കാം, പക്ഷേ നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിൽ പൈസ ചിലവാക്കണം. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പൈസ സമ്പാദിക്കാൻ പറ്റിയ 3 കാറ്റഗറിയാണിത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് ഈ 2025 അകത്ത് നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് അടിപൊളിയായിട്ട് വീഡിയോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കാറ്റഗറികൾ നല്ല രീതിയിൽ ഇനിയിപ്പം സക്സസ് ആക്കാനാവും. അപ്പം വീഡിയോ ചെയ്യുന്നത് നല്ല കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വേണം, ബാക്കി കാര്യങ്ങളൊക്കെ എന്താ പറയുക അതിൻ്റെ രീതി ചെയ്യണം. പക്ഷേ ഉറപ്പായിട്ടും സക്സസ് ആകാൻ പറ്റുന്ന 3 കാറ്റഗറിയാണിത്. അപ്പം ഞാൻ ഇത് ചുമ്മാ പറയുന്നതല്ല, ഞാൻ ഇന്നലത്തെ ദിവസം മര്യാദയ്ക്ക് കുത്തിരുന്ന് പഠിച്ച് അതിനെക്കുറിച്ച് കറക്റ്റ് ആലോചിച്ച് നോക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളോട് ഓരോരുത്തരുടെ ഡൗട്ട് ചോദിക്കുന്നത് അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് പേരുടെ മനസ്സിലാക്കുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കമൻറ്റ് ചെയ്തേക്കുക, വീഡിയോയുമായി ബന്ധപ്പെട്ട കമൻറ്റ് ചെയ്തേക്കുക. ഒരുമിച്ച് മുന്നേറുന്നുള്ള കമൻറ്റല്ല, വീഡിയോയുമായി ബന്ധപ്പെട്ട് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ എന്താണ് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോ കാണാതെ വരെ ബൈ.